മെക്സിക്കോ വടക്കേ അമേരിക്കയിലാണെങ്കിലും തെക്കേ അമേരിക്കൻ സംസ്കാരമാണ്. അതിന് കാരണം മെക്സിക്കോയിൽ എല്ലാവരും സ്പാനിഷ് ലാംഗ്വേജ് സംസാരിക്കുന്നു. തെക്കേ അമേരിക്കയിലും അങ്ങനെ തന്നെ. ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിൻ്റെ പ്രത്യേകത ഡാൻസും മ്യൂസിക്കുമായി ജീവിതം എപ്പോഴും ആനന്ദപ്രദമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു മാസം 2 പ്രാവശ്യമാണ് ശമ്പളം കൊടുക്കുക. 15 ദിവസം കൊണ്ട് അത് അടിച്ചു പൊളിച്ച് തീർക്കും. എന്നിട്ട് അടുത്ത ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കും. അതാണ് മെക്സിക്കൻ ജീവിതശൈലി. ഇന്ത്യയുടെ 5 ഇരട്ടി ആളോഹരി വരുമാനമുള്ള ഒരു സമ്പന്ന രാജ്യമാണ് മെക്സിക്കോ. ഏകദേശം 2000-ഓളം ഇന്ത്യക്കാർ മെക്സിക്കോയിൽ ജോലി ചെയ്യുന്നു. കൂടുതലും കമ്പ്യൂട്ടർ പ്രൊഫഷണൽസും കോളേജ് അധ്യാപകരും കമ്പനി ഒഫീഷ്യൽസുമാണ്. അമേരിക്കൻ അതിർത്തിയിലുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ. അതുകൊണ്ട് ധാരാളം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് പഞ്ചാബികൾ, മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള അതിർത്തി നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് മാഫിയയാണ്. പോലീസുകാർ ആ ഭാഗത്തേക്ക് വരുന്നത് അവർ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വളരെ അപകടകരമായ ഒരു വഴിയാണ് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഈ വഴിക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നവരിൽ പകുതി പേരും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. മെക്സിക്കോയിൽ ആദ്യമായി എത്തിയ ഇന്ത്യക്കാരൻ ഒരു കോഴിക്കോട് സ്വദേശിയായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ചായക്കട തുടങ്ങിയിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള സാധാരണക്കാർ മെക്സിക്കോയിൽ വരികയുണ്ടായില്ല. ഇപ്പോൾ മെക്സിക്കോയിലുള്ള എല്ലാ ഇന്ത്യക്കാരും പ്രൊഫഷണൽസാണ്. എല്ലാവരും വിസ എടുത്തിട്ടാണ് അവിടെ താമസിക്കുന്നത്. പൗരത്വം കിട്ടുമെങ്കിലും ആരും അതിന് അപേക്ഷിക്കുന്നില്ല. കാരണം മെക്സിക്കോയിൽ ക്രമസമാധാന നില ഇന്ത്യയുടേതുപോലെ ആകർഷണീയമല്ല. കൊള്ളയും കൊലയും പിടിച്ചുപറിയും സർവ്വസാധാരണമാണ്. പക്ഷേ അമേരിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും വരുന്നവർക്ക് മെക്സിക്കോ അത്ര മോശമായി തോന്നുകയില്ല. കാരണം ആ രാജ്യങ്ങളിലൊക്കെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. മെക്സിക്കോയിലെ എല്ലാ വീടുകൾക്കും വരാന്തക്ക് ഗ്രിൽസ് ഇട്ടിട്ടുണ്ടാകും. അതുപോലെ പൂന്തോട്ടത്തിനും അടുക്കളത്തോട്ടത്തിനും വയർമെഷ് ഉണ്ടാകും. കള്ളന്മാരുടെ ശല്യം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേരളത്തിലും ചില ആളുകൾ വീടെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാറുണ്ട്. അവരെ നമ്മൾ മെക്സിക്കൻ വീട് എന്ന് വിളിച്ച് കളിയാക്കും. മെക്സിക്കോയിൽ ഏറ്റവും കൂടുതൽ ഉരുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്ര സ്വദേശികളായ ലക്ഷ്മി മിറ്റൽ ഗ്രൂപ്പാണ്. $2 ബില്യൺ അമേരിക്കൻ അവർ മെക്സിക്കോയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇക്സ്പാത്ത് മെക്സിക്കാന എന്നൊരു കമ്പനിയും സ്ഥാപിച്ചിട്ടുണ്ട്. മെക്സിക്കോക്കാർ ഉരുക്കുണ്ടാക്കിയപ്പോൾ അത് ലാഭകരമായിരുന്നില്ല. പക്ഷേ ഇന്ത്യക്കാർക്ക് ലാഭകരമായി ഉരുക്ക് ഫാക്ടറികൾ നടത്തുവാൻ പറ്റി. ഈ വാർത്ത മറ്റ് ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളിലും പ്രചരിക്കുകയും പലരും മിറ്റൽ ഗ്രൂപ്പിനെ ഉരുക്കുണ്ടാക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും മിറ്റൽ ഗ്രൂപ്പിന് ധാരാളം ഉരുക്ക് ഫാക്ടറികളുണ്ട്. പാശ്ചാത്യ ലോകം മുഴുവൻ ഇന്ത്യക്കാർ ഉരുക്കുണ്ടാക്കുന്നതിൽ വളരെ മിടുക്കന്മാരാണ് എന്ന അഭിപ്രായം പറയുന്നുമുണ്ട്. മെക്സിക്കോയിൽ ഇന്ത്യയിലെ പോലെ കാസ്റ്റ് സിസ്റ്റം ഇല്ല. അതിനു പകരം ക്ലാസ് സിസ്റ്റമാണ്. പണക്കാരും പാവങ്ങളും തമ്മിൽ കണ്ടാൽ മിണ്ടുകയില്ല. അവർ വേറെ വേറെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ക്ലാസ് സിസ്റ്റം ഉണ്ട്. ഒരു തരത്തിൽ കാസ്റ്റ് സിസ്റ്റത്തെക്കാൾ ബെറ്ററാണ് ക്ലാസ് സിസ്റ്റം. കാരണം പണക്കാരും പാവങ്ങളും തമ്മിൽ വ്യക്തിപരമായ സൗഹാർദ്ദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ പോലും യഥാർത്ഥ സൗഹാർദ്ദമല്ല പണക്കാരും പാവങ്ങളും തമ്മിലുള്ളത്. അതിനു പുറമെ പണക്കാരും പാവങ്ങളും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ഒരു ഭാഗം മറുഭാഗത്തെ പറ്റിക്കും. പണക്കാരൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പാവപ്പെട്ടവൻ അവരുടെ വീട്ടിൽ പോയി സൗഹാർദ്ദം പുതുക്കും. ദിവസം 1000 രൂപ കൂലി കിട്ടുന്ന ഒരു തൊഴിലാളി ഒരു ഗൾഫുകാരൻ്റെ കൂടെ ഒരു ദിവസം ചെലവഴിച്ചാൽ 1000 രൂപയാണ് നഷ്ടം. പാവങ്ങൾ പണക്കാരെ പറ്റിക്കുന്നില്ലെങ്കിലും പണക്കാർ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മെക്സിക്കോയിലേതുപോലെ ക്ലാസ് സിസ്റ്റം ഉണ്ടാവുന്നത് നല്ലതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ക്ലാസ് സിസ്റ്റം നിലവിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഇന്ത്യ മാത്രം ഈ പഴഞ്ചൻ കാസ്റ്റ് സിസ്റ്റവും കൊണ്ട് നടക്കുകയാണ്. മെക്സിക്കോയിൽ സ്ത്രീ മേധാവിത്വം കൂടുതലാണ്. ബിസിനസ്സിലും കുടുംബകാര്യങ്ങളിലും ഒക്കെ സ്ത്രീകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആണുങ്ങൾ അവരുടെ കീഴെയാണ് നിൽക്കുക. ഇംഗ്ലീഷിൽ ഇതിനെ മാട്രിയാർക്കി എന്ന് പറയും. ആണുങ്ങളുടെ മേധാവിത്വത്തെ ഇംഗ്ലീഷിൽ പാട്രിയാർക്കി എന്ന് പറയും. അതെല്ലാവർക്കും അറിയാം. മെക്സിക്കോ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാണ്. എങ്കിലും 100,000-ഓളം മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നു. മെക്സിക്കോയുടെ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. 12,000-ഓളം ഹിന്ദുക്കളും മെക്സിക്കോയിലുണ്ട്. മെക്സിക്കോയിൽ ഒരു സായിബാബ ക്ഷേത്രവും അനേകം ഹരേകൃഷ്ണ ക്ഷേത്രങ്ങളും ഉണ്ടാക്കുവാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചു. കേരളത്തിന്റെ 50 ഇരട്ടി വലുപ്പമുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ. ലോകത്തിലെ ഏറ്റവും ധനികമായ 15ാമത്തെ രാജ്യമായി മെക്സിക്കോയെ കണക്കാക്കുന്നു. അമേരിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് ധാരാളം വ്യാപാരവും കയറ്റുമതിയുമുണ്ട്. ഭൂരിഭാഗം കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്ക് തന്നെയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധമാണ് മെക്സിക്കോയുടെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനം. അമേരിക്കയാണെങ്കിൽ താരതമ്യേന ശമ്പളം കുറവുള്ള മെക്സിക്കോയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുകയും മെക്സിക്കോയുടെ അയൽവക്കം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. മെക്സിക്കോ മനോഹരമായ ഒരു രാജ്യമാണ്. അതിന് കാരണം ധാരാളം കുന്നും മലയും ഉള്ളതുകൊണ്ടാണ്. ഒരു വർഷം 4 കോടി ടൂറിസ്റ്റുകൾ മെക്സിക്കോ കാണാൻ വേണ്ടി വരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന 6ാമത്തെ രാജ്യം മെക്സിക്കോയാണ്. എല്ലാ ഗുണങ്ങളുമുള്ള ഒരു രാജ്യമായി മെക്സിക്കോയെ കണക്കാക്കാൻ പറ്റുകയില്ല. ഇവിടെ മയക്കുമരുന്നുകളുടെ ആധിക്യവും മയക്കുമരുന്ന് മാഫിയകളുടെ ഇടപെടലും സമൂഹത്തിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 100,000-ഓളം ആളുകൾ മാഫിയ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മെക്സിക്കോയിൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി വളരെ പുരോഗമിച്ചിട്ടുണ്ട്.
അമേരിക്കയോടും ചൈനയോടും മത്സരിക്കാൻ മാത്രം ശക്തമാണ് മെക്സിക്കോയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ. മൊബൈൽ ഫോണുകളും സർക്യൂട്ട് ബോർഡുകളും സെമി കണ്ടക്ടേഴ്സും കമ്പ്യൂട്ടറുകളും കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റും മെക്സിക്കോ ഉണ്ടാക്കും. വാഹന നിർമ്മാണത്തിലും വളരെ മുന്നോക്കമാണ്. ജനറൽ മോട്ടോഴ്സിനും ഫോർഡിനും ക്രൈസ്ലറിനും വോൾക്സ്വാഗണും നിസാനും ഇവിടെ ഫാക്ടറികളുണ്ട്. ടൂറിസവും നല്ലൊരു വരുമാന മാർഗമാണ്. മെക്സിക്കോയുടെ ബീച്ചുകൾ ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് അമേരിക്കൻ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ. 4 ലക്ഷം കിലോമീറ്റർ റോഡ് നെറ്റ്വർക്കുണ്ട്. 31,000 കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്കുമുണ്ട്. മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ്. 2 കോടി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ധാരാളം കൊട്ടാരങ്ങളും കത്തീഡ്രലുകളും പള്ളികളും ക്രാഫ്റ്റ് മാർക്കറ്റുകളും പാർക്കുകളും മൃഗശാലകളും മ്യൂസിയങ്ങളും മോണ്യുമെന്റ്സും നിറഞ്ഞ ഒരു നഗരമാണ് മെക്സിക്കോ സിറ്റി. മെക്സിക്കോയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ തലസ്ഥാന നഗരിയായ മെക്സിക്കോ സിറ്റി തന്നെയാണ്. മെക്സിക്കൻ ഫുഡ് ലോകമെങ്ങും പേരെടുത്ത ഒരു ഭക്ഷ്യ സംസ്കാരം മെക്സിക്കോക്കുണ്ട്. കൂടുതൽ എരിവുള്ള ഭക്ഷണമാണ് മെക്സിക്കോക്കാർ കഴിക്കുന്നത്. ധാരാളം ഗ്രീൻ ചില്ലിയും സ്വീറ്റ് പൊട്ടാറ്റോസും പച്ചത്തക്കാളിയും ടർക്കി കോഴിയും ചോളവും മെക്സിക്കൻ ഫുഡിൽ ചേർക്കും. കേരളത്തിൽ കാസർഗോഡും കൊച്ചിയിലും മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മെക്സിക്കൻ സംസ്കാരത്തിൽ കുക്കിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ലപോലെ ഭക്ഷണമുണ്ടാക്കാൻ അറിയുന്ന പെൺകുട്ടികൾക്ക് കോടീശ്വരന്മാരെ കല്യാണം കഴിക്കാൻ എളുപ്പമാണ്. പെണ്ണ് കാണാൻ വരുമ്പോൾ ഭക്ഷണമുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചെറുക്കനും ബന്ധുക്കളും അന്വേഷിക്കുക. അല്ലാതെ മലപ്പുറത്തെ പോലെ എത്ര പവൻ സ്വർണമുണ്ട് എന്നല്ല ചോദിക്കുക. കണ്ണൂരിലെ പോലെ ബെഡ്റൂമിൽ എന്തൊക്കെ ഫർണിച്ചർ ഉണ്ട് എന്നല്ല ചോദിക്കുക.